എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ് സിംഗ്. ഞാൻ 25 വർഷത്തോളം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി രംഗത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം 2014 ഹെലിക്യാം എന്നുള്ളത് സിനിമയിൽ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ DJIയുടെ ഇൻസ്പയർ 1 എന്നുള്ള ക്യാമറ വാങ്ങി ഞാൻ സിനിമയിലെ ഹെലിക്യാം രംഗത്തേക്ക് പ്രവേശിച്ചു. 2016 അടുത്ത മോഡൽ ഡ്രോൺ ഇറങ്ങിയപ്പോൾ ഇൻസ്പയർ 2 എന്നുള്ള ആ ഡ്രോണിലും ഞാൻ ഭാഗമായി. ഇപ്പോൾ 10 വർഷമായി സിനിമയിൽ പ്രവർത്തിച്ച് വരുന്ന ഞാൻ കൂടുതലും ഹെലിക്യാം രംഗത്താണ് വർക്ക് ചെയ്തു വരുന്നത്. DJIയുടെ ഇൻസ്പയർ 3 എന്നുള്ള ലേറ്റസ്റ്റ് ഡ്രോൺ ജോജി ചേട്ടൻ്റെ പണി എന്നുള്ള ചിത്രത്തിലാണ് ഞാൻ ആദ്യമായി ഉപയോഗിച്ചത്. ഇപ്പോൾ ഏകദേശം 50-നടുത്ത് ചിത്രങ്ങൾ ഇൻസ്പയർ 3 എന്നുള്ള ഡ്രോണിൽ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കം ഫിലിം കാലഘട്ടത്തിൽ നിന്നുമാണ്. ഒരു റോൾ ഫിലിം എന്നാൽ 36 ഫോട്ടോ ആണ്. ഒരു ക്ലിക്ക്, ആ ക്ലിക്ക് ഒരു സെക്കൻഡിൽ 24 എണ്ണം പോയാൽ അത് ചലച്ചിത്രമായി. ഒരു മനുഷ്യനോ മറ്റു മൃഗങ്ങളോ നടക്കുന്ന സാധാരണ സ്പീഡിലുള്ള ഒരു ചലിക്കുന്ന ചിത്രം എന്നുള്ളത് 24 ഫോട്ടോ ഒരു സെക്കൻഡിൽ ചലിക്കുമ്പോഴാണ്. 24 എന്നുള്ളത് 48 ആകുമ്പോൾ അത് സ്ലോ മോഷൻ ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. എന്നാൽ 24 എന്നുള്ളത് അതിനേക്കാളും നമ്പർ കുറയുമ്പോൾ നമുക്ക് സ്പീഡിൽ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതായിരുന്നു പഴയ കാലഘട്ടത്തിലെ സിനിമ എന്നുള്ളതിൻ്റെ തുടക്ക കാലഘട്ടം. എന്നാൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് ക്യാമറകൾ വന്നപ്പോൾ ഈ സ്പീഡ് ഒരു സെക്കൻഡിൽ 500ഉം 600ഉം 1000ഉം വരുന്ന, അതായത് ഒരു സെക്കൻഡിൽ 1000 ഫ്രെയിംസ് പെർ സെക്കൻഡ് എടുക്കാവുന്ന ക്യാമറകൾ വരെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അതായത് വളരെ ചെറിയ തുടക്കത്തിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷമുള്ള പുതിയ പുതിയ കാലഘട്ടത്തിന്റെ വിപ്ലവങ്ങളിലൂടെ ഇപ്പോൾ ഒരു സെക്കൻഡിൽ വളരെ സ്ലോ മോഷനിൽ 1000 ഫോട്ടോ വരെ എടുക്കാവുന്ന ക്യാമറകൾ എത്തിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ AI എന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഏറ്റവും മറ്റുള്ള ഒരു ആധുനിക രൂപം കൈവരിച്ചിരിക്കുകയാണ്. Anup Singh, AI model creator. Anup Singh, my AI generator. I am an AI model by Anup Singh. I am an AI model by Anup Singh. Hi, I am an AI generated model by Anup Singh. ഈ അവസരത്തിൽ നമ്മളുടെ പല അറിവുകളും എന്ന് പറഞ്ഞാൽ ഫിലിം കാലഘട്ടത്തിൽ നിന്നും VHS കാലഘട്ടത്തിലേക്കും, വീഡിയോ ഹോം സിസ്റ്റം അതാണ് VHS, അത് കഴിഞ്ഞ് DV കാലഘട്ടം, ഡിജിറ്റൽ വീഡിയോ ടേപ്പ് കാലഘട്ടം, ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അത് മെമ്മറി കാർഡ് ക്യാമറകളിലേക്ക് മാറി. അതുപോലെ തന്നെ ഫിലിമിലും വീഡിയോഗ്രാഫിയിലും ഒരേ സമയം വ്യത്യസ്തമായ നിരവധി മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങളിലൂടെ നിരവധി ഉള്ള അനുഭവങ്ങളുള്ള നിരവധി ആൾക്കാരുകളും ഇപ്പോൾ AI വന്നു കഴിഞ്ഞപ്പോൾ പകച്ചു നിൽക്കുകയാണ്. പരസ്യരംഗം ഏതാണ്ട് AI കൈയടക്കി കഴിഞ്ഞു. ഷോർട്ട് ഫിലിം രംഗങ്ങളും AI കൈയടക്കി തുടങ്ങി. ഇനി മുതൽ ക്യാമറകൾ വേണ്ട, ആർട്ടിസ്റ്റ് വേണ്ട, മറ്റുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാതെ ഒരാൾക്ക് സ്വന്തം കമ്പ്യൂട്ടറും അദ്ദേഹത്തിന്റെ ബ്രെയിനും ഉപയോഗിച്ച് മറ്റുള്ള സിനിമയോ പരസ്യങ്ങളോ സിനിമയ്ക്ക് ആവശ്യമായ കുറച്ച് ഭാഗങ്ങളോ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് ടെക്നോളജി വളർന്നു. The next cinematic drone workshop will be on 7th November. It is very nice experience to learn cinematic drone operations from Anup Singh. It is a very nice experience to learn cinematic drone operations from Anup Singh. It is very nice experience to learn cinematic drone operations from Anup Singh. I am very proud learn drone operation from ZingX drones. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിലിം കാലഘട്ടത്തിൽ നിന്നും VHS കാലഘട്ടത്തിലേക്കും, അവിടെ നിന്നും ഡിജിറ്റൽ വീഡിയോ കാലഘട്ടത്തിലേക്കും, അവിടെ നിന്നും മെമ്മറി കാർഡ് കാലഘട്ടത്തിലേക്കും, മെമ്മറി കാർഡിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ള AI കാലഘട്ടത്തിലേക്കും സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലുള്ള നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരുടെ എല്ലാ അറിവുകളും ആവശ്യമില്ലാതെ
ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഒരു ക്യാമറ പോലും വേണ്ടാതെ ഒരു സാങ്കേതിക പരിജ്ഞാനവും വേണ്ടാതെ നമുക്ക് സിനിമ ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എൻ്റെ നിലവിൽ വന്നിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും അറിവുകളും നമ്മളുടെ ഒരു യൂട്യൂബ് ചാനൽ വഴി ഒരു മെറ്റായുടെ സെർവറിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ഡാറ്റയായി നാളെ ഒരു അക്കാദമിക് സ്റ്റഡിക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരു അറിവ് കൊടുക്കുക, എൻ്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനൽ ആരംഭിക്കുന്നത്. സാധാരണ ഒരു വീഡിയോ ചാനൽ, യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരും പറയും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. കാരണം നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരു കമൻ്റായി പറഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കുറേ കൂടി നല്ല കാര്യങ്ങൾ പറയാൻ പറ്റും. അതല്ലാതെ ഞാൻ എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലോ ഞാൻ എന്നുള്ള വ്യക്തി സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള പല അടുപ്പങ്ങൾ വെച്ചിട്ടോ ഇത് ലൈക്കോ കമൻറ്റോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് തരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഈ ചാനലിൽ നമ്മൾ പേരിട്ടിരിക്കുന്നത് സിങ്സ് ലോഗ്സ് എന്നാണ്. അതായത് സിങ്ങിൻ്റെ ഒരു ലോകം എന്നുള്ള രീതിയിലാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. എൻ്റെ സാങ്കേതികമായ അറിവുകളായിരിക്കാം, അതുപോലെ തന്നെ സിനിമയിലെ എൻ്റെ അനുഭവങ്ങളായിരിക്കാം. ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്, അപ്പോൾ അത് ട്രാവലോഗ് പോലെ ഒരു പരിപാടിയായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ നിരവധി വിഭവങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ചാനലായിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഒരു വിഷയം പറയുമ്പോൾ അത് സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ, അതായത് ക്യാമറകളെക്കുറിച്ചും ഡ്രോണുകളെക്കുറിച്ചുമുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ ഇതിൻ്റെ വിഷയം ഇന്നതാണെന്ന് തുടക്കത്തിലെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതല്ല എൻ്റെ അടുത്ത എപ്പിസോഡിലെ വിഷയം ട്രാവലോഗാണെങ്കിൽ അത് മുന്നേ തന്നെ അത് ട്രാവലോഗാണ് എന്നുള്ളത് അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ നിരവധി വിഷയങ്ങൾ കൂടിച്ചേരുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനലിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം. Do you desire a beautiful AI model like me? I am here to assist. Follow Mr. Anup Singh, AI content generator, for more amazing creations. I am an AI model generated by Anup Singh, showcasing AI in design. Welcome to our YouTube channel, Singh's Logs. We are excited to share our journey. Thank you for watching. We appreciate your support and engagement.